മക്കളെ, മലയാളം എക്സാമിന് ഗ്രാമർ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ളൊരു ചോദ്യം അല്ലേ. ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു 2 സെൻറ്റൻസോ 3 സെൻറ്റൻസോ എൻ്റെ മക്കൾക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ചിഹ്നങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല, ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചിഹ്നങ്ങൾ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നോ ഒരു ബോക്സിൽ നിന്നോ എഴുതേണ്ട രീതിയിൽ, തിരഞ്ഞെടുത്ത് എഴുതേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ചെയ്താലോ? നോക്കിക്കേ, ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ഓപ്ഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ള ചിഹ്നങ്ങൾ ഏതെന്ന് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇതിലേക്ക് എടുത്ത് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും മിസ്സിൻ്റെ ഒപ്പം തന്നെ വായിക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ശരിയായി ചെയ്തവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട് എന്നുള്ള മക്കൾ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. തെറ്റിപ്പോയവര് തെറ്റിയത് ഏതാണ് എന്നുള്ള കാര്യം കൂടെ പറയണേ. ഓക്കെ, നമുക്ക് നോക്കാം. ലോകം അംഗീകരിച്ച അളവുകൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ആ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ലെന്ന് റഫറി എങ്ങനെ പറയും? അയാൾ അമേരിക്കൻ കളിക്കാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവരുണ്ടോ വഴങ്ങുന്നു. ഇത് ഏത് ചാപ്റ്ററിലാണ് മക്കളെ? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ ചിഹ്നങ്ങളാണ് ആവശ്യമുള്ളത്. ഓപ്ഷൻ ബോക്സിൽ ഒരു ആശ്ചര്യ ചിഹ്നം ഉണ്ട് അല്ലേ, പിന്നെയോ ഒരു കോമ കിടക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ അത് വായിച്ചു നോക്കുക. ലോകം അംഗീകരിച്ച അളവുകൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ആ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ലെന്ന് റഫറി എങ്ങനെ പറയും? ഓക്കെ, എങ്ങനെ പറയും? ഇതെന്താണ്? ചോദ്യമാണ് അല്ലേ. ഒരു സെന്റൻസ് വെറുതെ കൊടുത്തേക്കല്ല. ഇവിടെ പൂർണ്ണവിരാമമാണോ വേണ്ടത്? അല്ല, ഇവിടെ എന്താണ്? ഇതൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിന് ചോദ്യചിഹ്നം ഇടേണ്ടതുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ ചോദ്യചിഹ്നം ഏതാണ് മക്കളെ? ഇതിൽ ചോദ്യചിഹ്നം ഏതാണ്? നമുക്കറിയാം അല്ലെ, ഇതാണ് ചോദ്യചിഹ്നം. ഇതല്ലേ ചോദ്യചിഹ്നം. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഇതാണെന്ന് കിട്ടിയില്ലേ. ഒന്നാമത്തത് ചോദ്യചിഹ്നമാണ്. അടുത്തത് നോക്കിക്കേ, അയാൾ അമേരിക്കൻ കളിക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ഇവിടെ എന്താണ്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? നോക്കിക്കേ, ഇവിടെ പൂർണ്ണ വിരാമമാണ് ആവശ്യം. കാരണം എന്താണ്? ഒരു വാക്യം അത് അവസാനിച്ചിട്ടുണ്ട്, അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം അതിന് വന്നിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ട് അവസാനിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൂർണ്ണ വിരാമം അല്ലെങ്കിൽ എന്താണ്? ഫുൾ സ്റ്റോപ്പ് അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് സെക്കൻഡ് ആയിട്ട് വരേണ്ടത്, ഫുൾ സ്റ്റോപ്പ് ആണ് വരേണ്ടത് അല്ലേ. അടുത്തത് നോക്കിക്കേ, പക്ഷേ അവരുണ്ടോ വഴങ്ങുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ അവരുണ്ടോ വഴങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ചോദ്യമാണോ? ചോദ്യമല്ല, ഇത് ചോദ്യമല്ല, ഇതൊരു ആശ്ചര്യമാണ്. വിക്ഷേപണി അല്ലെങ്കിൽ ആശ്ചര്യ ചിഹ്നമാണ് ഇവിടെ ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വൺ എന്താണ്? ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അവരുണ്ടോ വഴങ്ങുന്നു. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? എപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് മക്കളെ? ആശ്ചര്യചിഹ്നം പെട്ടെന്നുള്ള സങ്കടം, സന്തോഷം അല്ലെങ്കിൽ ദുഃഖം, ദേഷ്യം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിശയം ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വികാരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ വിക്ഷേപണി ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കേ, ആൻസർ ഇങ്ങനെ വരും. എങ്ങനെയാണ്? ലോകം അംഗീകരിച്ച അളവുകൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ആ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ലെന്ന് റഫറി എങ്ങനെ പറയും? അയാൾ അമേരിക്കൻ കളിക്കാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവരുണ്ടോ വഴങ്ങുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഈ 3 കറക്റ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കോമൻറ്റ് ബോക്സിൽ പറയാം. ഇനി തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കാണ്ട് എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതാണ് തെറ്റിയത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് കോമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് കേട്ടോ. ലൈവ് ക്ലാസ്സുകളുണ്ട് 7:30 കറക്റ്റ് 7:30 എൻ്റെ കുഞ്ഞുമക്കൾ വന്നു കഴിഞ്ഞാൽ മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫുൾ മാർക്കും കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിലൂടെ കാണാം. താങ്ക്